ഓം കർപ്പണ്യദോഷോപഗതസ്വഭാവകവൃച്ഛാമിത്തം ധർമ്മസമൂഢദേതക യശ്രേയസ്യാനിശ്ചയം ബ്രൂഹിതന്മേ ശിഷ്യസ്യേഹം ശാതിമാം താം പ്രപന്നം. നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ സാഷ്ടാംഗ പ്രണാമം. ഭഗവത്ഗീത ചിന്തനത്തിലെ ഇന്ന് മൂന്നാമത്തെ അധ്യായം നിമി നവയോഗി സംവാദം ആണ് തുടർന്ന് നമുക്ക് കേൾക്കേണ്ടത്. നിമി ചക്രവർത്തി പിന്നീട് ചോദിച്ചു, വിഷ്ണുവിൻ്റെ മായാശക്തിയുടെ ഇന്ദ്രജാല പ്രകടനമാണ് ജഗത്തെന്ന് പറഞ്ഞു. മായാവികളെ പോലും അത് മോഹത്തിലാഴ്ത്തുന്നു. ആ മോഹിനിയായിരിക്കുന്ന മായാമോഹിനിയെ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഭഗവാൻ അവളെക്കുറിച്ച് എനിക്ക് അറിയിച്ചു തരണം. ഹരികഥാമൃതം ഒഴുകുന്ന നിങ്ങളുടെ വാക്കുകൾ എത്ര കേട്ടാലും തൃപ്തി വരുന്നില്ല. അതുകൊണ്ട് സംസാരാഗ്നിയിൽ ചുട്ട് പുഴുക്കുന്നവരാണ് മനുഷ്യര്. ഹരികഥാമൃതത്തിനല്ലാതെ ഈ തീ കെടുത്താൻ മറ്റൊന്നിനും കഴിയുമെന്നും എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് നവയോഗികളിൽ മൂന്നാമനായിരിക്കുന്ന അന്തരീക്ഷനാണ് ഈ ചോദ്യത്തിന് മറുപടി പറയാൻ തുടങ്ങിയത്. വീരനായിരിക്കുന്ന അല്ലയോ രാജാവേ, സകല ചരാചരങ്ങളുടെയും സ്വരൂപങ്ങളായിട്ട് വിളങ്ങുന്ന ആദികാരണമായിരിക്കുന്ന പരമാത്മാവ് ഈ പഞ്ചമഹാഭൂതങ്ങളെ കൊണ്ട് തൻ്റെ അംശങ്ങളായിരിക്കുന്ന ജീവാത്മാക്കൾക്കും ഭോഗത്തിന് തുടർന്ന് സാക്ഷാത്കാരത്തിനും വേണ്ടിയിട്ട് ഉയർന്നവയും താണവയുമായിരിക്കുന്ന പ്രപഞ്ച ഘടകങ്ങളെ സൃഷ്ടിച്ചു. അപ്പൊ അതുകൊണ്ട് ഈ മായാമോഹിനി ആയിരിക്കുന്ന ഇല്ലെങ്കിൽ മായയെ ജയിക്കാൻ എന്ത് ചെയ്യണം? എന്താണ് യഥാർത്ഥത്തിൽ ഭഗവാനിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുള്ള ഈ മായയുടെ സ്വരൂപം എന്താണ്? ഈ സംസാരാഗ്നത്തിൽ ചുട്ടുപൊഴുക്കുന്ന മനുഷ്യരാണ് അധികവും. ഇപ്പൊ സമാധാനം തേടിയാണ് നമ്മളൊക്കെ ഈശ്വരനെ തേടി നടക്കുന്നത് പോലും. അതുകൊണ്ട് ഇങ്ങനെ ഈ ജീവാത്മാക്കളായിക്കോട്ടെ, ശരീരമായിക്കോട്ടെ, അതിലുള്ള ഭോഗസുഖങ്ങളായിക്കോട്ടെ, ഒക്കെ ഈശ്വരന്റെ സൃഷ്ടിയിൽ തന്നെ ഉള്ള അംശങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് ഈ മായാസ്വരൂപത്തെ അറിയണം എന്ന് രാജാവ് പറഞ്ഞപ്പോൾ മായാസ്വരൂപം എന്താണെന്ന് ഇനി പറയുകയാണ് അന്തരീക്ഷൻ എന്ന മഹാത്മാവ്. നവയോഗികളിൽ മൂന്നാമനായിരിക്കുന്ന അന്തരീക്ഷനാണ് ഇതിന് മറുപടി പറയുന്നത്. മായയെ അറിഞ്ഞാൽ കൊള്ളാമെന്നായിരുന്നു രാജാവിൻ്റെ ചോദ്യം. അന്തരീക്ഷനാകട്ടെ സൃഷ്ടി വിവരിച്ച് കൊണ്ടാണ് ഉത്തരം പറയാൻ ആരംഭിക്കുന്നത്. തുടർന്ന് സ്ഥിതിയും സംഹാരവും വിവരിച്ച ശേഷം ഇവളാണ് മായ എന്ന് ഉപസംഹരിക്കുകയും ചെയ്യുന്നു. ചോദ്യത്തിന് ഈ ഉത്തരത്തിനും നേരിട്ട് എന്താണ് ബന്ധം എന്ന് ചിന്തിക്കാം നമുക്ക്. സൃഷ്ടിസ്ഥിതി സംഹാര കാരണിയായിരിക്കുന്ന അഖണ്ഡബോധരവുമായിരിക്കുന്ന ബ്രഹ്മത്തിൽ കുടികൊള്ളുന്ന ശക്തിയാണ് മായ എന്ന് പറയുന്നത്. ശക്തിയെ ഒരിടത്തും തനി രൂപത്തിൽ ആർക്കും കണ്ടെത്താനോ നിർവചിക്കാനോ സാധ്യമല്ല. ശക്തി കാര്യങ്ങളെ കണ്ടിട്ട് ശക്തിയെ ഊഹിക്കുവാൻ മാത്രമേ കഴിയൂ. അഗ്നിക്ക് ദഹനശക്തിയുണ്ട്. ദഹിപ്പിക്കുക എന്ന കാര്യം നടക്കുമ്പോൾ ആ ശക്തിയെ ഊഹിക്കാമെന്നല്ലാതെ ദഹനശക്തിയെ നേരിട്ട് കാണാനോ ശാസ്ത്രീയമായിട്ട് നിർവചിക്കാനോ സാധ്യമല്ല. മായ എന്ന വാക്കിന് കാണാനില്ലാത്തവൾ എന്നാണ് അർത്ഥം. അപ്പോൾ ശക്തി എവിടെയും കാണാനാവാത്ത മായയും അനിർവചനീയവുമാണ്. അനിർവചനീയം എന്ന് പറഞ്ഞാൽ യുക്തി ചിന്തയ്ക്ക് വഴങ്ങാത്തവൾ എന്ന് താല്പര്യം. ബ്രഹ്മശക്തിയുടെയും സ്ഥിതിയെ ഇത് തന്നെയാണ്. അവൾ മായ ആണ്, അനിർവചനീയമാണ്. സൃഷ്ടിയിൽ സ്ഥിതി സംഹാര രൂപത്തിൽ പ്രപഞ്ചകാര്യങ്ങൾ കാണപ്പെടുമ്പോൾ ആദികാരണമായിരിക്കുന്ന അഖണ്ഡബോധത്തിന് ഇങ്ങനെ ഒരു ശക്തി ഉണ്ടെന്ന് ഊഹിക്കാവുന്നതാണ്. അക്കാര്യം വെളിപ്പെടുത്താനായിട്ടാണ് അന്തരീക്ഷ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ വിവരിച്ച് ഇവളാണ് മായ എന്ന് ഉപസംഹരിച്ച് പറയുന്നത്. എന്താണ് മായ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കിപ്പം പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മായ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പം ദിവസവും യൂട്യൂബിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു ചർച്ച വരുന്നുണ്ട്, മൂന്നാം മഹായുദ്ധം. ശരിക്കും മൂന്നാം ലോകയുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു. നമ്മളിത് മായയിൽപ്പെട്ടിരിക്കുക, അതുകൊണ്ട് നേരിട്ട് ഡിക്ലെയർ ചെയ്തിട്ടില്ല എന്നുള്ളത്.
നിങ്ങൾ ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി. ഇപ്പം രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുന്നുണ്ടെങ്കിൽ അതിലുപയോഗിക്കുന്ന ആയുധങ്ങൾ പല രാജ്യങ്ങൾ നിർമ്മിച്ച് അവർക്ക് പ്രയോഗിക്കാൻ കൊടുത്തിരിക്കുകയാണെങ്കിൽ രണ്ട് പക്ഷത്തും ഉണ്ട് പല രാജ്യങ്ങളിൽ ഉൽപ്പന്നമായിരിക്കുന്ന ആയുധങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയോഗിക്കുന്നത്. ഫലത്തിൽ പ്രത്യക്ഷത്തിലല്ല പരോക്ഷമായിട്ട് ഇതുണ്ടാക്കിയ രാജ്യങ്ങളൊക്കെ ഈ യുദ്ധത്തിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ഇത് മഹായുദ്ധം തന്നെ. മായ കൊണ്ട് നമ്മൾ അത് നേരിട്ടങ്ങോട്ട് ഇതിൻ്റെ തലപ്പത്ത് നിൽക്കുന്നവരെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷേ ഫലത്തിൽ ലോകയുദ്ധം തന്നെ ആരംഭിച്ചിരിക്കുന്നു. മൂന്നാം ലോക മഹായുദ്ധത്തിൽ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ എല്ലാം ഈ ലോകത്തുള്ള ഏതെങ്കിലും രാജ്യങ്ങൾ നിർമ്മിച്ചതാണ്. അത് രണ്ട് പക്ഷത്ത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പരോക്ഷമായിട്ട് മറ്റു രാജ്യങ്ങൾ, ഇപ്പൊ ഇന്ത്യ വരെ ഇത് പങ്കെടുക്കുന്നെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രത്യക്ഷത്തിൽ പ്രഖ്യാപിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷേ നമ്മൾ ഉണ്ടാക്കിയ ആയുധം വേറെ രാജ്യത്തിന് കൊടുത്ത് ആ രാജ്യം അത് പ്രയോഗിച്ച് അതിൻ്റെ അവശിഷ്ടത്തിൽ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന ലേബൽ കണ്ടതായിട്ട് സോഷ്യൽ മീഡിയ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ഇന്ത്യയും പങ്കെടുത്തിട്ടുണ്ട്. ഇത് മായ കൊണ്ട് നമ്മൾ അറിയുന്നില്ല. ഡയറക്റ്റ് ഡിക്ലെയർ ചെയ്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ആയിട്ട് ഞാൻ ഇതിനെപ്പറ്റി ഇതിനു മുമ്പേ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നലെ ആരോ ഈ നാറ്റോ രാജ്യങ്ങളിൽ ഒരു രാജ്യം പറഞ്ഞു ശരിക്കും ലോകമഹായുദ്ധം തുടങ്ങിയിരുന്നു. അപ്പം ആരെങ്കിലും ഒരാൾ പറയാതെ നമ്മൾ വെറുതെ പറയണേ എന്തിനാന്ന് വിചാരിച്ചിട്ടാ ഞാനും പറയാതെ ഇരുന്നു. ശരിക്ക് ഇതൊക്കെ നമ്മുടെ ദൃഷ്ടിയിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഇപ്പം ഇസ്രായേലിൽ നടക്കുന്ന യുദ്ധമായാലും ഇനി ഉക്രൈനിൽ നടക്കുന്ന യുദ്ധമായാലും ഈ പല രാജ്യങ്ങൾ ഉപയോഗിച്ച ആയുധങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ യുദ്ധത്തിൽ പങ്കെടുക്കുന്നവര് ഡയറക്റ്റ് രണ്ട് രാജ്യങ്ങളെ നിമിത്തമാക്കിക്കൊണ്ട് ശരിക്കും മറ്റു രാജ്യങ്ങളെ യുദ്ധം ചെയ്യണം. അപ്പൊ ലോകയുദ്ധമല്ലേ. ഒരു കാര്യം ഉറപ്പിച്ചോളൂ, ഇനി നാലാം മഹാലോകയുദ്ധം ഉണ്ടായാൽ അന്ന് കല്ലും വടിയുമായിരിക്കും ആയുധം, ബാക്കിയൊക്കെ നശിക്കും. ഇത് ഉറപ്പിച്ചുകൊള്ളൂ. ഇനി ഒരു നാലാം ലോക മഹായുദ്ധം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവിടെ ആയുധം പ്രയോഗിക്കാൻ ആരുടെ കയ്യിലും ഒന്നും ഉണ്ടാകില്ല. പ്രകൃത്യാ ഉള്ള കല്ലും വടിയും ആയിരിക്കും ആയുധം. അപ്പൊ ഈ മഹായുദ്ധത്തിന്റെ പരിണതഫലം എന്തായിരിക്കും എന്ന് ഊഹിച്ചുകൊള്ളുക. അപ്പം ഇതെങ്ങനെയാ നമ്മൾ മനസ്സിലാക്കുക? നമ്മളൊക്കെ മായപ്പെട്ടിരിക്കുക, അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രം. ഇതേപോലെ സൃഷ്ടി സ്ഥിതി ലയം എന്ന് പറയുന്നത് ഇതൊരു മായയുടെ നിയന്ത്രണത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഇത് അനുനിമിഷം സംഭവിച്ചുകൊണ്ടിരിക്കും. അത് ഇല്ലെങ്കിൽ ലോകത്തിന്റെ ബാലൻസ് നിലനിൽക്കില്ല. അപ്പം സൃഷ്ടിക്കപ്പെടുന്നുണ്ട്, അത് കുറച്ച് കാലം നിലനിൽക്കുന്നുണ്ട്, അതിനു മുമ്പ് സൃഷ്ടിച്ചതൊക്കെ നശിക്കുന്നുമുണ്ട്. ഈ പൂർണ്ണ പ്രോസസ്സ് അവസ്ഥാത്രയം എന്ന് പറയുന്നത് ഈശ്വരൻ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതാണ് ഈ മായയുടെ സൃഷ്ടിയും ഈശ്വരൻ തന്നെയാണ് എന്ന് പറയാൻ കാരണം. അപ്പൊ ഈ ഉണ്ടായതൊക്കെ നശിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഈ നിലനിൽക്കുന്ന പ്രോസസ്സിൽ തന്നെ നശിച്ചുകൊണ്ടായിരിക്കണം. ഇപ്പൊ നമ്മുടെ ശരീരം അനുനിമിഷം ഉണ്ടായി മരിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ഓരോ പിറന്നാൾ ആഘോഷിക്കുമ്പോഴും നമ്മുടെ മരണ ദിവസമാണ് നമ്മൾ ആഘോഷിക്കുന്നത്. നമ്മൾ ഇതുവരെ മരിച്ചു കഴിഞ്ഞു ഇത്രയും ദിവസം. ബർത്ത്ഡേ ആഘോഷിക്കുമ്പോഴേ നമ്മൾ ജനിച്ച ദിവസം അല്ല ആഘോഷിക്കണേ, നമ്മളുടെ മരണ ദിവസം അടുത്തുകൊണ്ടിരിക്കുന്നതിനെ ആഘോഷിക്കാം. ഇതെന്തുകൊണ്ട് അറിയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അജ്ഞത കൊണ്ട്, അജ്ഞതയാണ് മായ എന്ന് പറയുന്നത്. ആ മായ കൊണ്ട് നമ്മളത് തിരിച്ചറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് ഈശ്വര യഥാർത്ഥ ജ്ഞാനം മൗനമായിരിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ കാര്യം. രഹസ്യങ്ങൾ രഹസ്യമായിട്ടിരിക്കുന്നു, അതാർക്കും അറിയില്ല. മായയെ ജയിച്ചാൽ പിന്നെ എല്ലാം ആയല്ലോ. മായ ജയിച്ചാൽ നമുക്ക് ഇതൊക്കെ വെളിപ്പെടും. അതാണ് സത്യം. സത്യം എന്താന്നുള്ളത് അറിഞ്ഞാൽ പിന്നെ മായ അവനെ ബാധിക്കില്ല. അപ്പൊ എന്ത് സംഭവിക്കുന്നതും മായയുടെ നിയന്ത്രണത്തിലാണ് എന്നർത്ഥം. മായ ഈശ്വരന്റെ സ്വരൂപം തന്നെയാണ്. അതുകൊണ്ട് ശക്തി കാര്യങ്ങളെ കണ്ടിട്ട് ശക്തിയെ ഊഹിക്കാൻ മാത്രമേ കഴിയുള്ളൂ.
ഇതൊക്കെ നമുക്ക് ഊഹാഭോഗങ്ങളാണോ? ഇങ്ങനെ മായ എന്താണെന്ന് ഊഹിക്കാനേ സാധിക്കൂ. പക്ഷെ പ്രത്യക്ഷ പ്രമാണം ചോദിച്ചാൽ അത് ഡിക്ലെയർ ചെയ്തിട്ടില്ല. ഇപ്പൊ മഹായുദ്ധം തുടങ്ങിയ ലോകമഹായുദ്ധം, മൂന്നാം ലോകമഹായുദ്ധം തുടങ്ങി എന്ന് ഞാൻ പറഞ്ഞാൽ അതിന് പ്രത്യക്ഷത്തിലൊരു പ്രമാണം എനിക്ക് നൽകാൻ ആർക്കും സാധ്യമല്ല. പക്ഷേ നമ്മളൊന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് ഏതൊക്കെ രാജ്യങ്ങൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ടെന്നൊന്ന് വിശകലനം ചെയ്താൽ, ഒരു രാജ്യം തന്നെയല്ലല്ലോ ശരിക്കും അങ്ങനെ ഒരു യുദ്ധം നടക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് 2 രാജ്യങ്ങൾ മാത്രമേ അവരുണ്ടാക്കിയ ആയുധം മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് വെച്ചാൽ അത് ഡയറക്റ്റ് യുദ്ധം. പണ്ടങ്ങനെയാണ് നടന്നിരുന്നത്. പക്ഷെ സപ്പോർട്ട് ചെയ്യുന്നവരും ആ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് മറ്റുള്ളടത്ത് മറ്റ് ശത്രുക്കളുടെ പക്ഷത്തുള്ള അതേ ആയുധം തന്നെ ഉപയോഗിക്കാവുള്ളൂ എന്ന നിയമമുണ്ട്. ഒരാൾ കുന്തം കൊണ്ട് യുദ്ധം ചെയ്താൽ മറ്റേ ആളും കുന്തം കൊണ്ട് തന്നെ അയാളോട് ഏറ്റുമുട്ടാവുള്ളൂ. അങ്ങനെയൊക്കെ ഒരു നിയമം പണ്ടുണ്ടായിരുന്നു ധർമ്മ യുദ്ധം നടക്കുമ്പോൾ. അതും പലപ്പോഴും തെറ്റിച്ചിട്ടുണ്ട് നമുക്ക് കാണാൻ സാധിക്കും. കാരണം എവിടെയാ മായ കയറി പിടിക്കുന്നതെന്ന് പറയാൻ പറ്റും. അത് ഏത് കാലത്തും ഉണ്ട്. അതുകൊണ്ട് ഇവിടെ മായയുടെ പ്രയോഗം, നമ്മളിപ്പോൾ ഒരു വസ്തു എടുത്തിട്ട് അഗ്നിയിലിട്ടാൽ അത് ദഹിക്കും. എന്തിട്ടാലും ദഹിക്കും. പ്ലാസ്റ്റിക് പോലും അതിൽ ദഹിക്കും. പൂർണ്ണമാകില്ല എന്നല്ലേ ഉള്ളൂ. എന്നാലും ഈ ദഹന പ്രക്രിയ ഏത് ശക്തിയാൽ എങ്ങനെയാ നടക്കുന്നതെന്ന് അഗ്നിക്ക് ഇങ്ങനെ ഒരു ശക്തി ഉണ്ടെന്ന് നമുക്ക് ഊഹിക്കാനേ സാധിക്കും. അത് പ്രത്യക്ഷ പ്രമാണം പറയാൻ പറ്റില്ല. പ്രത്യക്ഷ പ്രമാണം എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും കൊണ്ടിടുമ്പം അത് ദഹിച്ച് ഭസ്മമാണ്. പക്ഷെ എങ്ങനെ ഏത് ശക്തിയാണ് അതിനെ ദഹിപ്പിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഊഹിക്കാനേ സാധിക്കും. ആ ശക്തിയെ നമുക്ക് പ്രമാണമായിട്ട് കണ്ടെത്താൻ സാധിക്കില്ല. അതാണ് മായ എന്ന് പറയുന്നത്. എന്ത് മറിഞ്ഞിരിക്കുന്നോ അത് മായ. അതാണ് രഹസ്യം. അപ്പൊ അതുകൊണ്ട് ആ ശക്തിയെ ഊഹിക്കാമെന്നല്ലാതെ ദഹനശക്തിയെ നേരിട്ട് കാണാനോ ശാസ്ത്രീയമായിട്ട് നിർവചിക്കാനോ സാധ്യമല്ലതാനും. മായ എന്ന വാക്കിന് കാണാനില്ലാത്തവൾ എന്ന അർത്ഥം. മറിഞ്ഞിരിക്കുന്നത് എന്തോ അതാണ് മായ. അപ്പോൾ ആ മായയാണ് ശക്തി. എവിടെയും കാണാനാവാത്ത മായയും അനിർവചനീയമാണ് എന്ന് താല്പര്യം. എവിടെ ഏത് ശക്തിയും ഗുണവും പ്രകടമാകുന്നുണ്ടോ അത് മറഞ്ഞിരിക്കുകയാണ് ചെയ്യുക. അതിനെയാണ് മായ എന്ന് പറയുന്നത്. ബ്രഹ്മശക്തിയുടെയും സ്ഥിതി അത് തന്നെയാണ്. അവൾ മായ തന്നെയാണ്, അനിർവചനീയവുമാണ്. സൃഷ്ടിസ്ഥിതി സംഹാര രൂപത്തിൽ പ്രപഞ്ചകാര്യങ്ങൾ കാണപ്പെടുമ്പോൾ ആദി കാരണമായിരിക്കുന്ന അഖണ്ഡ ബോധത്തിന് ഇങ്ങനെയൊരു ശക്തി ഉണ്ടെന്ന് ഊഹിക്കാവുന്നതാണ്. ഈ 3 കാര്യങ്ങൾ ചെയ്യുന്ന ഒരേ ശക്തിയാണ്. സൃഷ്ടിക്കുന്നതും അതെ, നിലനിർത്തുന്നതും അതെ, സംഭരിക്കുന്നതും അതെ. ഒരേ ഒന്നാണ് 3ആയിട്ട് കാണുന്നത്. അത് സത്വരജ തമോ ഗുണങ്ങളുടെ പ്രഭാവം കൊണ്ട് പ്രകടമാകുന്നു എന്ന് മാത്രം. പക്ഷെ ഈ ശക്തി എന്താണെന്ന് നമുക്ക് ഊഹിക്കാനേ സാധിക്കും. അചഞ്ചലമായിരിക്കുന്ന ബ്രഹ്മം 3 ഭാവത്തിൽ പ്രകടമാകും. അതിനെയാണ് പാശ്ചാത്യരും ഗോഡെന്ന് വിളിച്ചത്. G for generate, O for organize, D for disturb and destroy. ഇതാണ് ഓ മൈ ഗോഡ് എന്ന് പറഞ്ഞത്. അപ്പൊ ആ ഗോഡ് എന്ന് പറയുന്നത് ഒരു ശക്തിയാണ്, ഒരേ ഒരു ശക്തി, ഒരു എനർജിയാണ്. അതാണ് ഈ 3 ഭാവത്തിൽ പ്രകടമാകുമ്പോൾ സൃഷ്ടിക്കുകയും ചെയ്യും, ജനിക്കുകയും ചെയ്യും, അത് നിലനിൽക്കുകയും ചെയ്യും, സംഭരിക്കുകയും ചെയ്യും. ഈ ശക്തി എന്താണെന്ന് നമുക്ക് ഊഹിക്കാനേ സാധിക്കും. ഈ 3 പ്രോസസ്സ് നടക്കുമ്പം ആ സത്യം മറിഞ്ഞിരിക്കാം, അത് ഊഹിക്കാനേ സാധിക്കും. അതാണ് മായ എന്ന് പറയുന്നത്. അപ്പം ബ്രഹ്മശക്തിയുടെയും സ്ഥിതി ഇത് തന്നെയാണ്. അതാണ് നിർവചിക്കാൻ സാധ്യമല്ല എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ശക്തി ഉണ്ടെന്ന് ഊഹിക്കാൻ മാത്രമേ സാധിക്കൂ. അക്കാര്യം വെളിപ്പെടുത്താനായിട്ടാണ് അന്തരീക്ഷൻ ഈ 3 സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ, അവസ്ഥാത്രയങ്ങളെ വിസ്തരിച്ച് പറഞ്ഞത്. ഇവളാണ് മായ എന്ന് നമ്മൾ ഉപസംഹരിച്ചിരിക്കുന്നു. ഈ വിവരണത്തിൽ ആദി കാരണം ആദ്യം പഞ്ചഭൂതങ്ങളെ സൃഷ്ടിച്ച് എന്ന് സ്പഷ്ടം. പഞ്ചഭൂതങ്ങളെ എന്തിന്, എവിടെ, എപ്പോൾ സൃഷ്ടിച്ചു എന്ന ചോദ്യങ്ങൾക്കൊന്നും യുക്തിരൂപമായിരിക്കുന്ന പൂർവമായിരിക്കുന്ന ഒരു ഉത്തരവുമില്ല. എന്തിനാ സൃഷ്ടിച്ചതെന്ന് ചോദിച്ചാൽ അറിയില്ല. അത് മറിഞ്ഞിരിക്കുന്ന രഹസ്യമാണ്. നിമിത്ത ദേശകാലങ്ങൾ പോലും സൃഷ്ടിക്ക് ഉള്ളിൽ പെടുന്നവയാണ്. അതുകൊണ്ട് അവയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് ചോദ്യം ചോദിക്കുന്നത് തന്നെ വെള്ളത്തിൽ മുങ്ങിക്കൊണ്ട് കരയ്ക്കെത്താൻ ശ്രമിക്കുന്നത് പോലെ നിരർത്ഥകമാണ്. അതുകൊണ്ട് പഞ്ചഭൂതങ്ങളുടെ സൃഷ്ടിക്ക് തന്നെ യുക്തി കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ അവ കൊണ്ട് സൃഷ്ടിക്കപ്പെടുന്ന മറ്റൊന്നിനും അത് സാധ്യമല്ലെന്ന് തീർച്ചയാണല്ലോ. അപ്പം ഈ ശക്തി എന്താണെന്ന്, മറിഞ്ഞിരിക്കുന്ന മായ എന്താണെന്ന് സൃഷ്ടിക്കപ്പെട്ട വസ്തുക്കൾക്ക് പോലും അറിയില്ല.
അതാണ് ഇതിന്റെ രഹസ്യവും. നമ്മൾ ആ മായയിൽ, ആ ശക്തിയിൽ നിന്നാ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ നമുക്ക് മനസ്സിലാകണ്ടേ നമ്മൾ എന്തിൽ നിന്നാ സൃഷ്ടിച്ചതെന്ന്? അത് മനസ്സിലാവില്ല. അതാണ് മായ മറച്ചു വെച്ചിരിക്കുന്നത്, മൂന്നർത്ഥം. ഇനി നിലനിർത്തുന്നതും നമ്മളെ ആ സഹയജ്ഞ ഭാവനയോടുകൂടി ഭഗവാൻ നിലനിർത്തും എന്ന് പറഞ്ഞു. സഹയജ്ഞ പ്രദാശിഷ്ട പുരോവാച പ്രജാപതി അനേന പ്രസവിഷ്ട ബ്രാഹ്മണ. പക്ഷേ ഈ സഹയജ്ഞ ഭാവനയോടെ പ്രവർത്തിക്കുന്ന ഈ ശക്തി മറഞ്ഞിരിക്കുന്നു. അത് കാമധേനുവിനെ പോലെ നമ്മളെ പരിപാലിക്കുന്നു. പക്ഷേ അതിന്റെ സോഴ്സ് എന്താന്നുള്ളത് മറിഞ്ഞിരിക്കുക. അതാണ് മായയുടെ പ്രഭാവം. അതുകൊണ്ട് സൃഷ്ടിക്ക് ഉള്ളിൽ പെടുന്നത് തന്നെയാണ്. എന്നാൽ അവയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് ചോദ്യം ചോദിക്കുന്നത് തന്നെ ഈ മായയാ. വെള്ളത്തിൽ മുങ്ങിക്കിടന്നുകൊണ്ട് എങ്ങനെ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടാം എന്ന് ചോദിക്കുന്നത് പോലെ നിരർത്ഥകമാണ്. പഞ്ചഭൂതങ്ങളുടെ സൃഷ്ടിക്ക് തന്നെ യുക്തി കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ അവ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒന്നിനും അത് സാധ്യമല്ലെന്ന് തീർച്ചയാണല്ലോ. അതുകൊണ്ട് സൃഷ്ടി ജീവന്മാരുടെ ഭോഗത്തിനും ആത്മസാക്ഷാത്കാരത്തിനും വേണ്ടിയാണെന്ന് പറഞ്ഞിരിക്കുന്നതോ എന്ന് സംശയിക്കാനില്ല. തൽക്കാലം കാണപ്പെടുന്ന ഈ പ്രയോജനം പറഞ്ഞു എന്നേ ഉള്ളൂ. ജീവന്മാർ എന്തിന് രൂപം കൊണ്ടു എന്ന ചോദ്യത്തിന് തന്നെ ഉത്തരവില്ലാതിരിക്കെ ജീവന്മാരുടെ ഭോഗത്തിനും ആത്മാനുഭവത്തിനും എന്താണ് പ്രസക്തി? പരിപൂർണനും ആത്കാമനും പരമകാരുണ്യ സ്വരൂപനുമായിരിക്കുന്ന പരമാത്മാവിൽ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്കൊന്നും യുക്തിപൂർവമായ യാതൊന്നും സാധ്യതയില്ല. അതുകൊണ്ട് ആണ് വേദാന്തം പരമകാരണത്തിൽ ഇവയെല്ലാം വെറും ഭ്രമാനുഭവങ്ങൾ മാത്രമാണ് എന്ന് സിദ്ധാന്തിക്കുന്നത്. ഭ്രമാനുഭവങ്ങളെല്ലാം ഭ്രമിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഭ്രമിക്കുന്നവർക്ക് മാത്രം ബാധകമാണ്. സത്യമറിഞ്ഞവർക്ക് അവയെല്ലാം ഒഴിഞ്ഞു മാറി അദ്വൈത വസ്തു തെളിയുന്നു. ഇക്കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അന്തരീക്ഷൻ മായാസ്വരൂപത്തെ വെളിപ്പെടുത്താനായിക്കൊണ്ട് സൃഷ്ടി സംഹാരങ്ങൾ വിവരിച്ചത്. യുക്തി പറയാനില്ലാത്ത ഭ്രമാനുഭവമാണ് മായ എന്ന് താല്പര്യം. അമീബ മുതൽ സൂര്യചന്ദ്രന്മാർ വരെ ഉയർന്നവയും താണവയുമായ പ്രപഞ്ച ഘടകങ്ങളെ സൃഷ്ടിച്ചിട്ട് ജഗദീശ്വരൻ അവയെ എങ്ങനെ തുടർന്ന് നിലനിർത്തി എന്നാണ് ഇനി അന്തരീക്ഷൻ വിവരിക്കുന്നത്. അപ്പൊ സൃഷ്ടിക്കുന്നത് ഈ മായശക്തി തന്നെയാണ്. മായയെ സൃഷ്ടിച്ചതും ഭഗവാൻ. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള സൃഷ്ടിയിലെ പ്രപഞ്ച ഘടകങ്ങളിലുള്ള സൃഷ്ടിയുടെ വ്യവഹാരത്തിൽ പെടുന്നതൊക്കെ അതിന്റെ അടിസ്ഥാന പ്രമാണം എന്താന്ന് ചോദിച്ചാൽ അത് മറിഞ്ഞിരിക്കുകയുള്ളൂ. ഇനി അതിനെ നിലനിർത്തുന്നതോ ഈ സഹയജ്ഞ ഭാവനയോടെ കാമധേനുവിനെ പോലെ കള്ളനെയും സത്യസന്ധനെയും അധർമ്മിയെയും അസുരനെയും ദേവന്മാരെയും മനുഷ്യരെയും ഒക്കെ മറ്റ് ജീവജാലങ്ങളെയും ഒക്കെ കാമധേനുവിനെ പോലെ പരിപാലിക്കുന്നുണ്ടല്ലോ. കള്ളന്മാരെയും ഭഗവാൻ പരിപാലിക്കുന്നുണ്ട്. സത്യസന്ധന്മാരെ മാത്രമല്ലോ പരിപാലിക്കുന്നത്, ഈശ്വരവാദികളെയും നിരീശ്വരവാദികളെയും പരിപാലിക്കുന്നുണ്ട്. ഉത്തമ ഭക്തരെയും മധ്യമ ഭക്തരെയും പ്രാകൃത ഭക്തരെയും ഭഗവാൻ പരിപാലിക്കുന്നുണ്ട്. അപ്പൊ ഈ പരിപാലനം എങ്ങനെയാ? ജുക്ഷതയെ ഗുണാൻ എന്ന് പറഞ്ഞാൽ എന്താ? ബോധസത്യം ഗുണങ്ങളെ അനുഭവിക്കുന്നു. മായാഗുണങ്ങളായിരിക്കുന്ന സത്വ രജ തമസ്സുകളുടെ കൂടിക്കലർപ്പാണ് എല്ലാ ജഡവിഷയങ്ങളും. അതുകൊണ്ടാണ് വിഷയങ്ങളെ ഗുണങ്ങളെന്ന് പറഞ്ഞിരിക്കുന്നത്. സൃഷ്ടിക്ക് ശേഷം പ്രപഞ്ച ഘടകങ്ങളുടെ സ്ഥിതിയാണ് ഇവിടെ വിവരിക്കുന്നത്. പരമാത്മാവ് പ്രപഞ്ചത്തെ എങ്ങനെ നിലനിർത്തുന്നു? സ്വയം തന്നെ ഒന്നായും, അതായത് മനസ്സായും, 10 അതായത് 10 ഇന്ദ്രിയങ്ങളായും വിഭജിക്കുന്നു. മനസ്സിലും ഇന്ദ്രിയങ്ങളിലും ബോധ സാന്നിധ്യം പ്രകടമായി കാണാനുള്ളത് കൊണ്ട് ആണ് അവയെ നേരിട്ട് ബോധത്തിൻ്റെ തന്നെ വിഭാഗങ്ങളായിട്ട് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലും ഇന്ദ്രിയങ്ങളിലും കൂടിയാണല്ലോ പ്രപഞ്ചം അനുഭവമായിട്ട് നിലനിൽക്കുന്നത്. തുടർന്ന് ജീവന്മാരുടെ വിഷയഭോഗം സംഭവിക്കുന്നു. മനസ്സായും ഇന്ദ്രിയങ്ങളായും ശരീരങ്ങളിൽ കടന്നു നിന്ന് വിഷയങ്ങളെ ബോധം അനുഭവിക്കുന്നതിലൂടെ പ്രപഞ്ചം നിലനിൽക്കുന്നു എന്നർത്ഥം. ഇതൊക്കെ മായയാണ്. എന്തുകൊണ്ട്, എന്തിന്, എവിടെ പോയി എന്ന ചോദ്യങ്ങൾക്കൊന്നും നികൃഷ്ടമായ ഉത്തരം കണ്ടെത്താൻ കഴിയുകയില്ല എന്നുള്ളതുകൊണ്ട് എല്ലാം ജീവഭ്രമത്തിൽ തുടർന്നുണ്ടാകുന്ന ഭ്രമങ്ങൾ മാത്രമാണ്. അപ്പൊ സൃഷ്ടിയും നടക്കുന്നുണ്ട്,
അത് നിലനിൽക്കുന്നുണ്ട്. ഇതില് ഉപയോഗിക്കുന്ന ശക്തി ഒന്ന് തന്നെയാണ്, പക്ഷെ ആ ശക്തി മറഞ്ഞു നിൽക്കുന്നു. ഇപ്പൊ സൃഷ്ടിക്കപ്പെട്ടതൊക്കെ കുറച്ചു കാലത്തേക്ക് നിലനിർത്തുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. അതിന്റെ പിന്നിലും ഇപ്പൊ ശരീരം തന്നെ സൃഷ്ടിച്ചു. ആ ശരീരം നിലനിർത്താൻ ആവശ്യമുള്ളതൊക്കെ പ്രകൃതി ഘടകങ്ങളെ ഒരു ശരീരം, മനുഷ്യ ശരീരം, നമ്മുടെ ശരീരം തന്നെ നിലനിർത്താൻ ആവശ്യമായതൊക്കെ കാമധേനുവിനെ പോലെ പ്രൊഡക്റ്റീവ് സൃഷ്ടിയിൽ തന്നെ നമുക്ക് ചുറ്റും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഗുണദോഷം അറിഞ്ഞുകൊണ്ട് ഉപയോഗിക്കാനുള്ള വിശേഷ ബുദ്ധിയും നമുക്ക് സൃഷ്ടിച്ച് നൽകിയിട്ടുണ്ട്. അതാണ് 10 ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഈ സൃഷ്ടിയുടെ വ്യവഹാരത്തിൽ എന്തൊക്കെ നമുക്ക് വേണോ വേണ്ടാത്തത് എന്തോ എന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധിയൊക്കെ ഉണ്ട്. അപ്പൊ അത് തന്നെ ഓരോ ജീവജാലങ്ങളിലും പ്രപഞ്ച സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള എല്ലാ ഘടകങ്ങളിലും നിലനിൽക്കാനുള്ള ഒരു ശക്തിയുമുണ്ട്, ഒരു ബലമുണ്ട്. അത് മറിഞ്ഞിരിക്കുക. അതുകൊണ്ടാണ് വരരുചി വായുണ്ടോ എന്ന് നോക്കുക, ഉണ്ടെങ്കിൽ ഉപേക്ഷിക്കാൻ പറഞ്ഞു. വായുണ്ടെങ്കിൽ അത് എങ്ങനെയെങ്കിലും അതിന് ഉള്ള ശക്തിയൊക്കെ നിലനിർത്താനുള്ള ശക്തിയും അത് തന്നെ പ്രകൃതി തന്നെ അതിന് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് മറിഞ്ഞിരിക്കുന്നതുകൊണ്ട് അയ്യോ ഇത്രയും ചെറിയ കുട്ടിയെ എങ്ങനെ ഉപേക്ഷിച്ചു പോകും എന്ന് അമ്മയ്ക്ക് തോന്നാം. അച്ഛൻ അത്രയും പക്വത വന്നുകൊണ്ട് പറഞ്ഞു വായുണ്ടോ നോക്കോ ഉപേക്ഷിച്ചോളൂ, ഭാര്യയോട് പറഞ്ഞു. പക്ഷേ കുറച്ച് മായയിൽപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അയ്യോ അയ്യോ എൻ്റെ കുട്ടി എന്നുള്ള ആ ബന്ധം, ഗൃഹാതുരത്വത്തിന്റെ പുത്രവാത്സല്യം ഇല്ലേ പുത്രിവാത്സല്യം, കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞാണല്ലോ. അപ്പൊ അതുകൊണ്ട് അവസാനം ഇത് 11 പ്രാവശ്യം ശ്രമിച്ചു. 12ാമത്തെ പ്രാവശ്യവും ഇത് തന്നെ ആവർത്തിച്ചപ്പം ഒരു നുണ പറഞ്ഞു നോക്കി. മായയിൽപ്പെട്ടിട്ടാണ് നുണ പറയുന്നത്. അപ്പൊ അതിൽ നിന്നെന്താ വായില്ലാത്തപ്പനുണ്ടായി. ഇവിടെ സത്യം മാത്രമേ നിലനിൽക്കൂ എന്നുള്ളത്. ആ സത്യത്തെ അറിഞ്ഞ ജ്ഞാനിക്ക് ഇതൊക്കെ ഭ്രമമാണ്. ജനിച്ചാൽ എങ്ങനെയെങ്കിലൊക്കെ കാമധേനുവിനെ പോലെ സംരക്ഷിക്കുന്നു പറഞ്ഞു. സഹയജ്ഞ പ്രജാസൃഷ്ടു പുരോവാച പ്രജാപതി അനേന പ്രസവിച്ചിത്വം യക്ഷോസ്തിട്ട കാമതൊക്കെ എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം സൃഷ്ടിക്കപ്പെട്ടതൊക്കെ നിലനിൽക്കും. ആ ഏത് ശക്തി കൊണ്ടാണോ സൃഷ്ടിക്കപ്പെട്ടത് അതേ ശക്തി തന്നെ അതിനെ നിലനിർത്തുകയും ചെയ്യും, അതിനെ സംഭരിക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് ജീവന്മാരുടെ വിഷയഭോഗം സംഭവിക്കുന്നത് ഈ 10 ഇന്ദ്രിയങ്ങളുടെ മനസ്സായും ഇന്ദ്രിയങ്ങളായും ശരീരങ്ങളിൽ കടന്നു നിന്ന് വിഷയങ്ങളെ ബോധം, അതായത് ഈ പറയുന്ന ഏകമായ ശക്തി അനുഭവിക്കുന്നതിലൂടെ പ്രപഞ്ചം നിലനിൽക്കുന്നു. ഇതൊക്കെ തന്നെയാണ് മായ എന്ന് പറയുന്നത്. എന്തുകൊണ്ട്, എന്തിന്, എവിടെ, എപ്പോൾ എന്ന ചോദ്യങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയുമില്ല. നിഷ്കൃഷ്ടമായിരിക്കുന്ന ഉത്തരം കണ്ടെത്താൻ കഴിയുകയുമില്ല എന്നുള്ളത് കൊണ്ട് എല്ലാം ജീവഭ്രമത്തിൽ തുടർന്ന് ഉണ്ടാകുന്ന ഭ്രമണം മാത്രമാണ്. അന്തരീക്ഷം തുടർന്ന് പറഞ്ഞു, ഈ ആത്മപ്രകാശം കൊണ്ട് ചേതനങ്ങളായിരിക്കുന്ന തീരുന്ന ഇന്ദ്രിയങ്ങൾ മായാസ്വരൂപങ്ങളാണ്. മായാ ഗുണസ്വരൂപങ്ങളായിരിക്കുന്ന ആ ഇന്ദ്രിയങ്ങളെ കൊണ്ട് ആത്മാവ് മായാ ഗുണരൂപങ്ങളായിരിക്കുന്ന വിഷയങ്ങളെ അനുഭവിക്കും. ഞാൻ ഇവ തന്നെ എന്ന് ഭ്രമിച്ച് എൻ്റെ എന്നുള്ള ആ ഭ്രമം ആ വിഷയങ്ങളിൽ സംഘബദ്ധനായിട്ടും ഭവിക്കും. ഓരോ തരം കർമ്മഫലങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് കർമ്മങ്ങളിൽ തന്നെ തുടർന്ന് സഞ്ചരിച്ച് കൊണ്ടിരിക്കുന്നു എന്നാണ് പ്രവൃത്തി മാർഗം എന്ന് പറയുന്നത്. അങ്ങനെ കർമ്മം ചെയ്തും കർമ്മഫലം ഭുജിച്ചും സുഖദുഃഖ മിശ്രിതങ്ങളായിട്ടുള്ള സംസാര ചക്രത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. കർമ്മഗതിക്ക് അനുസരിച്ചുകൊണ്ട് അമംഗളപ്രദങ്ങളായിരിക്കുന്ന അനേകതരം ജീവന്മാരായിട്ട് ജനിച്ചും മരിച്ചും മഹാപ്രളയം വരെ തുടരാനും ഇടവരും. ഇപ്പൊ നിലനിർത്താന്ന് പറഞ്ഞാലും ഒരു ജന്മം കൊണ്ട് അവസാനിക്കുന്നില്ല. നമ്മളെ നിലനിർത്തുന്ന പ്രോസസ്സ് സൃഷ്ടിച്ചു കഴിഞ്ഞിട്ട് നമ്മളെ എല്ലാം ജീവജാലങ്ങളൊക്കെ 84 ലക്ഷം തരം ജീവജാലങ്ങളെ സൃഷ്ടിച്ച് പുറത്തേക്ക് വിട്ടു ഭഗവാൻ. പുറത്തേക്ക് വിട്ടിട്ട് നമ്മുടെ കാഴ്ചപ്പാടനുസരിച്ചുകൊണ്ട്, നമ്മുടെ കൾച്ചർ അനുസരിച്ചുകൊണ്ട്, ആദ്യം പ്രകടമായ സ്വഭാവം വെച്ചുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് കർമ്മബന്ധനങ്ങൾ പെടുന്നതനുസരിച്ച് കൊണ്ട് വീണ്ടും ജനിക്കുക ചെയ്യുക. അപ്പൊ സൃഷ്ടിയുടെ ഈ പ്രോസസ്സ് നടന്നുകൊണ്ടേയിരിക്കും. വീണ്ടും 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 ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. മായയിൽപ്പെട്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ തന്നെയാണ് ഈ വീണ്ടും വീണ്ടും ജനിക്കാനും മരിക്കാനും ഇടവരുന്ന വിവിധ രൂപത്തിലും ഭാവത്തിലും ഒക്കെ വരുന്നത്. ഇത് നിലനിൽപ്പിന്റെ ചലനാത്മകമായ പ്രക്രിയ, അതായത് സൃഷ്ടിയുടെ വ്യവഹാരമാണ് നടക്കുക. ഏത് ജീവജാലമായിട്ട് വീണ്ടും വീണ്ടും ജനിച്ചാലും വേണ്ടില്ല, അപ്പോഴൊക്കെ ഈ പ്രോസസ്സ് നിലനിർത്തുക എന്നുള്ള പ്രോസസ്സ് നടക്കും. എന്നുവരെ നമ്മൾ
ഈ ശരീരം ഉപേക്ഷിച്ച് ഭഗവാനിലേക്ക് എത്തുന്നില്ലയോ, ഈ സൃഷ്ടിയുടെ വ്യവഹാരത്തിൽ രണ്ടാമത്തെ അവസ്ഥ പരിപാലനം എന്ന് പറയുന്നത് കൽപ്പാന്തകാലം കഴിഞ്ഞാലും നടക്കും. അതാണ് കൽപ്പാന്തകാലം അവസാനിക്കുമ്പോൾ തന്നിലേക്ക് ചേർക്കും, തിരിച്ചു വിടുമ്പോൾ ഏതേത് വേഷത്തിൽ പോയോ അതേ വേഷത്തിൽ പുറത്തേക്ക് വിടുന്നു. അപ്പൊ ഈ സൃഷ്ടിയുടെ വ്യവഹാരം എന്ന് പറയുന്നത്, നിലനിൽക്കുക എന്ന് പറയുന്നത് എന്ന് വരെ എവിടെ നിന്ന് വന്നോ തിരിച്ചെത്തുന്നത് വരെ ഈ പ്രോസസ്സ് നിലനിൽപ്പാ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ആയുസ് എന്ന് പറയുന്നത് ഈ ജന്മത്തിലെ ആയുസല്ല. ഞാനിപ്പോ ഒരു 500 വർഷമായിട്ട് ജീവിച്ചിരിക്കുക. ശരീരം ഇതിനിടയ്ക്ക് പലതും എടുത്തു വേഷം മാറി വരുന്ന പോലെ. നമ്മൾ ദിവസവും വേഷം മാറുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ ഒരു ദിവസം ഒരു ജന്മമായിട്ട് കണക്കാക്കും, ഓരോ നിമിഷവും ഓരോ ജന്മ. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ വേഷം മാറും. ഇടയ്ക്ക് ജീർണിച്ച വസ്ത്രം മാറിയിട്ട് പുതിയ വസ്ത്രം എടുത്തു കൊടുക്കും. അഴുക്ക് പറ്റിയ അപ്പം മാറ്റുമല്ലോ. അത് ഏത് നിമിഷവും സംഭവിക്കാം, അത് ഏത് ദിവസവും സംഭവിക്കാം. ചിലർ 1 മാസം വരെ ഒരേ വസ്ത്രം എടുത്തുകൊണ്ട് ജീർണിച്ചാലും മാറ്റില്ല, അത് തന്നെ എടുത്തുകൊണ്ട് നടക്കില്ല. അപ്പൊ ഇങ്ങനെ ഈ സൃഷ്ടിയുടെ വ്യവഹാരം പരിപാലനം എന്ന് പറയുന്നത് 1-2 ദിവസം കൊണ്ടോ ഒരു ജന്മം കൊണ്ടോ അവസാനിക്കുന്നതല്ല എന്നർത്ഥം. ഇതിനൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആ മായയുടെ ശക്തി. അതുകൊണ്ട് ജഗത്തിനെ നാമരൂപങ്ങളില്ലാത്ത വ്യവസ്ഥയിൽ ലയിപ്പിക്കുന്നു. നാമരൂപരഹിതമായിരിക്കുന്ന മായാസ്വരൂപമാണ് അവ്യക്തം. ലോകത്ത് 100 വർഷത്തോളം മഴയില്ലാതെ തീഷ്ണ താപം വന്നു ചേരും. 3 ലോകങ്ങളെയും ചണ്ട കിരണം ആയിരിക്കുന്ന മാർത്താണ്ഡേയൻ കഠിനമായ ചൂടിൽ ഉരുക്കും. പാതാളതലത്തിൽ നിന്നും അത്യുഷ്ണം വമിക്കുന്ന ചൂടുകാറ്റ് ഉയർന്നു പൊങ്ങും. ചുറ്റുമുള്ള എല്ലാറ്റിനെയും ദഹിപ്പിച്ചുകൊണ്ട് ആ കാറ്റ് പടർന്ന് വ്യാപിക്കും. തുടർന്ന് 100 കൊല്ലം പ്രളയകാലം കാർമേഘങ്ങൾ നിരന്തരം വർഷിക്കും. ആനയുടെ തുമ്പിക്കരങ്ങൾ പോലെ വണ്ണത്തിൽ മഴ പെയ്യാൻ തുടങ്ങും. ആ വർഷധാരയിൽ പ്രപഞ്ചത്തെ നിറഞ്ഞ് നിന്ന ബോധപുരുഷൻ ആ രൂപം വെടിഞ്ഞ് അവ്യക്തത്തിൽ മറയും. വിറക് തീർന്ന തീ എന്ന പോലെ സൂക്ഷ്മരൂപം കൊണ്ട് വിളങ്ങും. വായുവിനാൽ ഗന്ധം അപഹരിക്കപ്പെട്ടു ഭൂമി വെള്ളത്തിൽ അലിഞ്ഞു ചേരും. വായുവിനാൽ തന്നെ രസം അപഹരിക്കപ്പെട്ട് ജലം തേജോരൂപം കൈക്കൊള്ളും. ഇങ്ങനെ രൂപം അപഹരിക്കപ്പെട്ട തേജസ് വായുവിൽ ലയിച്ചു ചേരും. സ്പർശം നഷ്ടപ്പെട്ട് വായു ആകാശത്തിൽ ലീനമാകും. കാലത്തിൽ ശബ്ദഗുണം ഒഴിച്ച് മാറ്റപ്പെട്ട ആകാശം ബോധാത്മാവിൽ മറഞ്ഞില്ലാതെയാകും. രാജാവേ, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, ദേവന്മാർ എന്നിവയെല്ലാം അഹങ്കാരത്തിൽ ലയിച്ചു ചേരും. സത്വഗുണങ്ങളോടുകൂടിയ അഹങ്കാരവും ബോധാത്മാവിൽ ലയിച്ചു ചേരും. അതായത് ഈ സംഹരിക്കുക എന്ന് പറയുന്നതും ഈ നിലനിർത്തപ്പെടുന്ന വസ്തുക്കളെ മറയ്ക്കുകയാണ് ചെയ്യുക. എന്തൊക്കെ പ്രത്യക്ഷമായിരിക്കുന്നോ അതൊക്കെ ഒരു ഘട്ടത്തിൽ മറയ്ക്കും. അപ്പോൾ അവസ്ഥാത്രയം സംഭവിക്കുന്നതിൻ്റെ എല്ലാത്തിൻ്റെയും പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി ഒന്ന് മാത്രമാണ്, അത് മറഞ്ഞിരിക്കുന്ന മായയാണ്. അതുകൊണ്ട് ഈ മായയെപ്പറ്റി ഇനിയും അന്തരീക്ഷം വിശദീകരിക്കുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. ഈ മായയാണ് അവസ്ഥാത്രയത്തെ സംഭവിക്കുന്നത്. നമ്മുടെ പോലും അവസ്ഥാത്രയം സംഭവിക്കുന്നത് മായയാണ്. പക്ഷെ അതിന് പ്രമാണം, ഊഹാഭോഗം മാത്രമേ അതിനുള്ള പ്രമാണമായിട്ട് പറയാൻ പറ്റൂ. നമുക്ക് പ്രത്യക്ഷത്തിൽ അതിന് എന്താ തെളിവ്? നമ്മൾ അനേക ജന്മങ്ങളായിട്ട് ജീവിച്ചിരിക്കുന്നു എന്നതിന് എന്താ തെളിവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തെളിവ് മറിഞ്ഞിരിക്കുക. അതൊരു ശക്തിയാണ്, ഒരു എനർജി കൊണ്ട് ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുക, പ്രോസസ്സ് നടക്കുന്നു മാത്രം. ഇപ്പം നമ്മൾ ജീവിച്ചിരിക്കുന്നതിൻ്റെ പിന്നിലും ആ ശക്തിയാണ്. നമ്മുടെ ശരീരം നഷ്ടപ്പെട്ടാലും നശിക്കാത്ത ഇതേ ശക്തി തന്നെയാണ് നമ്മളെ വീണ്ടും കണ്ടിന്യൂറ്റി, അടുത്ത ജന്മത്തിലേക്ക് പോകണമെങ്കിൽ അതിലേക്ക് കൊണ്ടുപോകുന്നതും. ഇനി കണ്ടിന്യൂറ്റി ഇല്ലാതെയായി ബന്ധനങ്ങളെല്ലാം തീർന്നു സംസാര ബന്ധനത്തിൽ നിന്ന് മുക്തമാകുന്ന അവസ്ഥയുണ്ടായാൽ ആ ശക്തി തന്നെ ആ പരമമായതിലേക്ക്, ശക്തിയിലേക്ക് ലയിപ്പിക്കുകയും ചെയ്യും. പിന്നെ ഈ പ്രോസസ്സ് ഒന്നും നടക്കില്ല. അപ്പം മായയെ ജയിക്കും. അപ്പോൾ മാത്രം അവസ്ഥാത്രയം അതാണ് ഗുണത്രയാതീതം ആയി കഴിയുമ്പോഴേ, ഇല്ലെ ഗുണങ്ങൾക്ക് അതീതനായി ഭവിക്കുമ്പോഴാണ് നമുക്ക് മോക്ഷവും സാധ്യമാകൂ എന്നർത്ഥം. ഇതിനെപ്പറ്റി ഇനിയും അന്തരീക്ഷം പറയുന്നുണ്ട്. അതെന്താണെന്നുള്ളത് നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഓം സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീശ ഗോ ബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.